33 വർഷക്കാലത്തെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എന്താണ് മനസ്സിലേക്ക് ഫീൽ ചെയ്യുന്നത്? നമ്മൾ ആദ്യമായി ദോഹയിലെത്തുകയും ഇന്ന് വരെയുള്ള ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ, പിറകോട്ട് എപ്പോഴും ചിന്തിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ എന്താണ് തോന്നാറുള്ളത്? പഴയ കാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു മേഖല തുറന്നു തന്നില്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തോ ആവുമായിരുന്നു എന്ന് ചിന്തിക്കും. തീർച്ചയായും എവിടെ എത്തും എന്ന് നമുക്ക് ആ ചിന്തയിൽ നിന്ന്. പക്ഷേ ഇത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണെന്നും ഇത് നാട്ടിലും സമൂഹത്തിലും അന്തസ്സോടുകൂടി ജീവിക്കാനുള്ളൊരു ജോലിയും ആയി കിട്ടുകയും അതുപോലെ നീങ്ങാൻ കഴിഞ്ഞതുകൊണ്ട് എല്ലാം ഗുണകരമായിട്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നു, നാട്ടിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു നഷ്ടബോധം ഈ 33 വർഷം ഇവിടെ ജീവിച്ചതിലില്ല. വളരെ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടിയാണ്. എന്നിരുന്നാലും കാലഘട്ടങ്ങളിൽ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിലോട്ടിട്ട് തിരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹം അത് മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്നു. അപ്പൊ ഇത് എത്രയും കാരണം മലയാള തനിമയോട് കേരളത്തോട് വാപ്പ പറഞ്ഞതുപോലെ ഒരു നല്ല ഐഡന്റിറ്റി ഉണ്ടാക്കുക, ആ ഐഡന്റിറ്റിയിലായിരിക്കണം റിട്ടയർമെന്റ്. അതാണ് സ്വപ്നം. ഫാമിലിയെ കുറിച്ചൊന്നും എനിക്ക് 3 മക്കളുണ്ട്. മൂത്തതിൻ്റെ കല്യാണം കഴിഞ്ഞു, അതിനൊരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ ആൾ +1 പഠിക്കുന്നു, മൂന്നാമത്തെ ആൾ 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. 3 പെൺകുട്ടികളാണ്. ഹൗസ് വൈഫാണ്. കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് വടകരക്കടുത്താണ് വൈഫ് ഹൗസ്. ഒരുപാട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് താങ്കൾക്ക്. കാരണം എംപ്ലോയി എന്ന നിലയിലും ഒരു കൂട്ട് സംരംഭത്തിൽ അനുഭവിച്ച, കാരണം എന്ന് വെച്ചാൽ ഒരു പ്രസ്ഥാനത്തെ വിജയിപ്പിച്ച ഒരു രീതിയിലുള്ള സമ്പ്രദായമാണ് ഇപ്പോൾ കൊണ്ടുവന്നത് താങ്കളുടെ നിലവിലുള്ളത്. കാരണം ഒരു കൂട്ട് സംരംഭമാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ടത് മസ്കത്തിൽ നിന്ന് ബിസിനസ്സൊക്കെ ചെയ്തു വന്ന ഒരു TK അബ്ദുള്ള എന്ന് പറഞ്ഞ കുറ്റ്യാടിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്താണ് ഇതിനെ തുടക്കം മുതൽ ഞങ്ങൾ ജോയിൻ്റായിട്ട് തുടങ്ങുമ്പോൾ ഇതിനെ ഈ രൂപത്തിൽ കെട്ടിപ്പടുക്കാൻ വളരെ അധ്വാനിച്ച ഒരു മനുഷ്യൻ അദ്ദേഹമാണ്. അദ്ദേഹം ഇന്ന് താജ് പാലസ് മാനേജ് ചെയ്യുന്നു. മറ്റ് ബിസിനസ്സുകളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ബിസിനസ്സും സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ല ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ആയിരുന്നു അദ്ദേഹം. ഈ ദോഹയിൽ ഞാൻ കാണുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള കൂട്ട സംരംഭങ്ങളാണ്. കാരണം ഇൻഡിവിജ്വലായിട്ടുള്ളത് വളരെ കുറവുമാണ്. ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 33 വർഷമായി. 33 വർഷത്തിൽ ഇനി എനിക്ക് വർഷങ്ങൾ കുറവാണ്. മുന്നോട്ട് എനിക്ക് ബാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ സമ്പാദിച്ചു വെച്ച സമ്പാദ്യം എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഇറക്കിയിട്ട് കംപ്ലീറ്റ് നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ എൻ്റെ 1 വർഷത്തെ സമ്പാദ്യം അല്ലെങ്കിൽ 2 വർഷത്തെ സമ്പാദ്യം, ഈ 2 വർഷത്തെ സമ്പാദ്യം ഞാൻ 10 കൂട്ടുകാരെ കൂട്ടിയിട്ട് ഇതിലിടുകയാണെങ്കിൽ നഷ്ടം വരികയാണെങ്കിൽ 2 വർഷമേ എനിക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. അല്ലാതെ എൻ്റെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം നഷ്ടപ്പെട്ടാൽ നാട്ടിൽ പോയിട്ട് ഇവരെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കല്യാണം കഴിക്കാൻ മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ അന്യരെ ആശ്രയിക്കേണ്ട അവസ്ഥ വരും. അതിൽ നിന്നുള്ളൊരു തിരിച്ചറിവ് ആണ് പലരെയും ഈ കൂട്ടു സംരംഭത്തിലേക്ക് അത് വിജയിപ്പിക്കാനുള്ള കാരണം മലയാളികൾ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലുള്ള ആൾക്കാരെ പോലെ കോഴിക്കോട് ജില്ലക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇത്ര കൂട്ടു സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ പ്രയാസങ്ങളാണ്. തീർച്ചയായും. കാരണം അവരുടെ ഒത്തൊരുമയാണ്, അവരുടെ കൂട്ടായ്മയുടെ ഒരു മനസ്സ്. ഞാൻ നേരത്തെ ഇൻട്രഡക്ഷൻ കൊടുത്തതുപോലെ അവര് നിഷ്കളങ്കരായ അവരുടെ ജീവിതത്തിന്റെ ശൈലി, അവർ വളർന്നു വന്ന ചുറ്റുപാട്, പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. കാരണം കോഴിക്കോട് വിട്ട് അങ്ങോട്ട് കാസർഗോഡ് വരെയും കാസർഗോഡും എനിക്ക് പറയാൻ പറ്റുന്നു. കാരണം വളരെ കൂട്ട് സംരംഭങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ ഇത്രയും വളർച്ചയ്ക്ക് താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്ന മരിച്ചുപോയ 1 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അതിനുള്ള പ്രത്യേക കാരണം ജനങ്ങളുടെ പ്രയാസങ്ങളെ നോക്കിക്കാണാനും ആ പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനും ശ്രമിച്ചിരുന്ന, രാഷ്ട്രീയമായിട്ടുള്ള മറ്റെല്ലാ കാര്യത്തിലും ശ്രമിച്ചിരുന്ന ഒരു വ്യക്തി കേരളത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ അത് അദ്ദേഹമായിരുന്നു എന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. കാരണം വെച്ചാൽ അത് വളരെ കാരണം വെച്ചാൽ സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നിട്ട് പോലും അത് വേണ്ടെന്ന് വെക്കുകയും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും വലിയ മനുഷ്യൻ. കാരണം അദ്ദേഹത്തെ നമുക്ക് വളരെയധികം ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഇതാണ് കിട്ടിയത്. കാരണം ലോകരാജ്യങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ അവിടെ വന്നു. ഈജിപ്റ്റ്, അദ്ദേഹം കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദമെടുത്തത്. അദ്ദേഹമായിട്ട് നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത, വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിച്ചിരുന്ന ഒരു
നേതാവായിരുന്നു അദ്ദേഹം. KMCC പ്രവർത്തനങ്ങൾക്ക് വളരെയധികം മുന്നോട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ നൽകുമായിരുന്നു. ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. അത് വളരെ ഉപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. ഇടയ്ക്ക് കഴിഞ്ഞ വർഷം എന്തോ മരിക്കുന്ന 2 വർഷങ്ങൾക്ക് മുമ്പ് ദോഹയിൽ വരികയും ചെയ്തു. അതെ, മരിക്കുന്നതിന് ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ദോഹയിൽ ഒരു സ്വകാര്യ സന്ദർശനാർത്ഥം എത്തിയിരുന്നു. അന്നും ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. അറബ് രാജ്യങ്ങളിലെ ഖലീഫമാർ പോലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശിഹാബ്. അറബ് രാജ്യങ്ങളിലെ UAE ഷെയ്ഖും ഇദ്ദേഹവും ഒന്നിച്ച് കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്തവരാണ്. സഹപാഠികൾ, രാജാക്കന്മാരിൽ സഹപാഠികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കേരള വിഷന് വേണ്ടി ഒരു അരമണിക്കൂർ ഇതിനുവേണ്ടി സമയം ചിലവാക്കിയതിന് താങ്കളുടെ വിലയേറിയ സമയം ഞാൻ നന്ദി രേഖപ്പെടുത്തും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ശ്രീ അബ്ദുറഹ്മാൻ AP യുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തെക്കുറിച്ച്, ഒരു എംപ്ലോയിയായി നിന്ന് കൂട്ടു സംരംഭത്തോടു കൂടി വിജയിപ്പിച്ച വ്യവസായങ്ങൾ, അതായത് റെസ്റ്റോറൻറ്റ്, അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം വൻ വിജയത്തിലേക്കാണ്. കാരണം ഇന്ന് ഷാലിമാർ പാലസ് എന്ന് പറഞ്ഞാൽ ദോഹയിലെ ഏതു ദേശക്കാർക്ക് പോലും അറിയാം. അത് അദ്ദേഹത്തിന് തിരഞ്ഞെടുത്ത ഒരു കൺസെപ്റ്റ് തന്നെ വളരെ വലുതാണ്. കാരണം കൂട്ടു സംരംഭം, ഒത്തൊരുമയോടുകൂടെ പല രീതിയിലുള്ള ആൾക്കാരുടെ ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ശൈലി, അത് അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിച്ചു. ഇതിലൂടെ ഒരുപാട് അനുഭവങ്ങൾ. കാരണം വളരെ ലളിതമായി ജീവിക്കുന്ന, തൊഴിലാളികളെ സ്നേഹിക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരുപോലെ. കാരണം തീർച്ചയായും അബ്ദുറഹ്മാൻ AP യെ പോലെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അദ്ദേഹം ഒരു എംപ്ലോയിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളെ അദ്ദേഹം നോക്കിക്കാണുന്നു. വളരെ മനോഹരമായിരുന്നു ഈ അഭിമുഖം. വളരെ സന്തോഷമായിരുന്നാണ് ഞാൻ ഈ അഭിമുഖത്തെ നേരിട്ടത്. എല്ലാവിധ ഭാവുകങ്ങളും ശ്രീ അബ്ദുറഹ്മാൻ APക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഞാൻ നൽകുന്നു. ഒപ്പം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി. ഇന്ത്യയിൽ കടൽ മാർഗം ആദ്യമായി വന്ന വിദേശീയർ ആരായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി. ഇന്ത്യയിൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശീയർ ആരായിരുന്നു? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.